മറിയയുടെയും മാർത്തയുടെയും ഗ്രാമമായ ബേഥാനിയയിലെ ലാസറിന്റെ ഭവനം. 3 പേരടങ്ങുന്ന അവരപ്പനെയും അമ്മയെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്, യേശുവും സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. പ്രൈസ് ദി ലോർഡ്. 3 പേരും അല്ലെങ്കിലും 3 പേരുടെയും സ്വഭാവങ്ങൾ 3 രീതിയിലാണ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. യേശു കർത്താവ് വരുമ്പോൾ പാദപീഠത്തിലിരിക്കുന്ന ഒരു വ്യക്തി, അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, ആ പരിസരത്ത് പോലും കാണാത്തൊരു വ്യക്തി. 3 പേരേ ഉള്ളൂ, 3 സ്വഭാവം. പിന്നെ എങ്ങനെയാ നേരെ പോകും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മധ്യേ, ദൈവവചന ശുശ്രൂഷയുടെ മധ്യേ പോലും 3 തട്ടിലായിട്ട് കാണപ്പെടുന്ന ഒരു ഭവനം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വലിയ ഉണർവ് പ്രാസംഗികൻ്റെ അരികിലൊന്നും നമ്മൾ പോകണ്ട. വലിയ പ്രവാചകന്മാരെയൊന്നും നമ്മൾ കാണാൻ പോകണ്ട. ഒരു കാര്യം ആദ്യം നമ്മൾ ചെയ്യണം. നമ്മുടെ വീട്ടിൽ 3 പേരാണെങ്കിൽ 3 പേരും ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. കുറേ കെട്ടുകളൊക്കെ ആ രീതിയിൽ പൊട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത് അപ്പനും മക്കളും ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കും, അമ്മ വേറൊരിടത്തുനിന്ന് പ്രാർത്ഥിക്കും, അമ്മായിയമ്മ മറ്റൊരിടത്തുനിന്ന് പ്രാർത്ഥിക്കും, അമ്മുമ്മ വേറൊരിടത്ത്. ഇങ്ങനെ ആയാൽ അവിടെ ഇല്ല. ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഞാൻ ഒരിടത്ത് ചോദിച്ചു, കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? അങ്ങനെ ഞാനും മക്കളും പ്രാർത്ഥിക്കും. അങ്ങേര് പ്രാർത്ഥനയ്ക്ക് എത്തൂല. ആ സമയം കവലകൾ കറങ്ങിക്കൊണ്ട് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 ദിവസവും 2 ദിവസവും അല്ല, എല്ലാ ദിവസവും. ഞാൻ പറയുന്നത്, ഒരുമിച്ചിരുന്ന് നമ്മുടെ വീട്ടിൽ ഒരു പാട്ടെങ്കിൽ ഒരു പാട്ട്, ഒരു ചെറിയൊരു സങ്കീർത്തനവും വായിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. അതൊരു ഭയങ്കര വിടുതല. വലിയ ഉപവാസ പ്രാർത്ഥനയൊന്നും വയ്ക്കാൻ പോകണ്ട, വലിയ ഉണർവ് പ്രാസംഗികന്മാരെ ഒന്നും വിളിക്കാൻ പോകണ്ട, വലിയ അറിയപ്പെടുന്ന ദൈവദാസന്മാരുടെ പുറകെ ഒന്നും പോകണ്ട. കുറെ കെട്ടുകളൊക്കെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഴിയും ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്ന് പല ഭവനങ്ങളിലും ഇത് ഇല്ലാതെ പോയതാണ്. പൈശാചികൻ അവകാശം പറഞ്ഞ് കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, അന്യഭാഷയില്ല, സ്തോത്രമില്ല, ദൈവകൃപയില്ല. ഇന്നു പകൽ കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, പിശാച് തകർത്തുകൊണ്ടിരിക്കുന്നു. ഇന്നു പകൽ അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ കുടുംബ പ്രാർത്ഥനകൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആ സമയം വേറെ പലതിനുമൊക്കെ മുടക്കുന്നു. അതുകൊണ്ട് പ്രാരംഭമേ ഒരു കാര്യം പറയാം. എവിടെയെങ്കിലും മുടക്കങ്ങളുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ പിള്ളേർക്ക് ബോറടിക്കാതെ 2.5 മണിക്കൂർ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്യല്ലേ. അതൊക്കെ നിങ്ങൾ വ്യക്തിപരമായി പിള്ളേരെ ഉറക്കിയിട്ടിരുന്ന് പ്രാർത്ഥിച്ചോ. ചിലർ കുടുംബ പ്രാർത്ഥന ഒരു 3 മണിക്കൂർ പ്രാർത്ഥിക്കും. പിള്ളേർ പിന്നെ ആയുസ്സിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കില്ല. നിങ്ങൾ ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ, നിങ്ങളെ കുടുംബത്തിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മതി. എല്ലാ നാട്ടുകാരെ മൊത്തം പിള്ളേരെ ഇരുത്തി പ്രാർത്ഥിക്കില്ല. അവർ പ്രാർത്ഥന മടുക്കും. ഞാനങ്ങനെ ചെയ്യത്തില്ല. ആമേൻ. സ്തോത്രം. ചെറിയൊരു പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിനും വീട്ടിൻ്റെ അകത്തുള്ളവർക്കും വേണ്ടി ഒരു 5-10 മിനിറ്റ് പ്രാർത്ഥിച്ച് അവരെ അങ്ങ് പറഞ്ഞു വിടുക. പിന്നെ അവരോട് പറയാം, പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുക. നിങ്ങൾ മാറിയിരുന്ന് വീണ്ടും പിന്നെ പ്രാർത്ഥിക്കുക. കുടുംബ പ്രാർത്ഥനകൾ 5-10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂറിനകം തീർത്ത് പിള്ളേരുടെ പാട്ടിന് വിടുക. അവരെ പഠിക്കാനോ അവരെ പിന്നെയുള്ള കാര്യങ്ങൾ വിടുക. അങ്ങനെ നിങ്ങളുടെ കുടുംബം ആയി തീർന്നാൽ നിശ്ചയമായും വീട്ടിൻ്റെ അകത്ത് അനുഗ്രഹം. ഇത് 1.5 മണിക്കൂർ അപ്പൻ തന്നെ പ്രാർത്ഥിക്കും, പിന്നെ 2 മണിക്കൂർ അമ്മ പ്രാർത്ഥിക്കും. പിള്ളേർ പിന്നെ ഇരുന്നും പിള്ളേരെ കിടക്കാനും സമ്മതിക്കില്ല, ഇരിക്കാനും കഴിയില്ല, ഭക്ഷണവും കൊടുക്കില്ല. ആ പാടാ ഇതായി. പിറ്റേ ദിവസം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് വേറെ നാട് വിട്ടു പോകാൻ തോന്നും. പ്രൈസ് ദി ലോർഡ്. ഈ വീട്ടിൽ കിടക്കുന്നതിനേക്കാളും വല്ല അമ്മയും എടുത്തു പോയി കിടന്നാൽ മതി എന്ന് തോന്നും. പ്രൈസ് ദി ലോർഡ്. കുടുംബ പ്രാർത്ഥനയുടെ കാര്യമാണ് പറയുന്നത്. അല്ലാത്ത പ്രാർത്ഥന നിങ്ങൾ 2.5 മണിക്കൂർ പ്രാർത്ഥിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പാസ്റ്റർ പറഞ്ഞ് 1/2 മണിക്കൂർ കൊണ്ട് തീർത്തോണം എന്നൊക്കെ പറഞ്ഞ് ഇന്നോട്ട് അടിയൊന്നും ഉണ്ടാക്കി കളയില്ലേ. ഹല്ലേലൂയ. അപ്പോൾ കുടുംബ പ്രാർത്ഥന നമ്മുടെ ഭവനത്തിനൊരു അനുഗ്രഹമാണ്. ഇവിടെ ഇതാ യേശു കർത്താവ് സ്നേഹിച്ച ഒരു ഭവനം, യേശുവിനെ സ്നേഹിച്ച ഒരു ഭവനം ബെഥാനിയയിലുണ്ട്. അത് മാർത്തയുടെയും മറിയയുടെയും ഭവനമാണ്. ഒരു ദിവസം യേശു കർത്താവ് ഈ ഭവനത്തെ ലക്ഷ്യമാക്കി അവിടെ വരുവാനിടയായി.
മാർത്തയും മറിയയും യേശുവിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. യേശു കർത്താവിന് ഒരു കസാരയൊക്കെ ഇട്ടുകൊടുത്തു. അങ്ങനെ ഫ്രണ്ട് റൂമിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാ. യേശു വന്നതറിഞ്ഞു മാർത്തയ്ക്ക് എന്തു കൊടുക്കണമെന്നുള്ള വേവലാതിയും ആവലാതിയുമാണ്. മാർത്ത അങ്ങനെ ഭാരപ്പെടുമ്പോ യേശുവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന തിരുവായ് മൊഴികളൊന്ന് കേൾക്കുവാൻ, നിത്യജീവന്റെ വചനങ്ങളൊന്ന് കേൾക്കുവാൻ, നിത്യജീവന്റെ ആലോചനകളൊന്ന് കേൾക്കുവാൻ മറിയ സകല ജോലികളും എറിഞ്ഞിട്ട് സകല ആവശ്യങ്ങളും മാറ്റിവെച്ചിട്ട് ആ പ്രാർത്ഥനയിൽ പോയി സംബന്ധിച്ചു. ഒരാഴ്ച മുമ്പേ പറഞ്ഞ പ്രാർത്ഥനയൊന്നും അല്ല, പെട്ടെന്നായിരുന്നു. പ്രൈസലോ, പെട്ടെന്നായിരുന്നു. ഞാൻ ചിലരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില വീടൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന്, ചിലപ്പോൾ റേഷൻ കടയിൽ പോകാനായിരിക്കും, ചിലപ്പോൾ ചന്തയിൽ പോകാനായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ബാങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ സാരിയെ കൊടുത്ത് നിൽക്കുമ്പോൾ ആണ് നമ്മൾ പോയി കയറുമ്പോൾ നമുക്ക് തോന്നും എവിടെ പോകാൻ. ചോദിക്കാൻ പറയും, അയ്യോ പാസ്റ്റർ ബാങ്ക് വരെ ഒന്ന് പോകാനാണ്, ഇത്ര മണി വരെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും, എന്നാൽ ഇരിക്കുന്നില്ല, ഒറ്റ വാക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഇല്ല ശരി, ബാങ്ക് നാളെ ഉണ്ടല്ലോ, നിങ്ങൾ വന്നേയല്ലേ. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ബാങ്ക് നാളെയുണ്ട്, ചന്ത നാളെയുണ്ട്, ആമേൻ, റേഷൻ കട നാളെയും തുറക്കും. എന്തായാലും പാസ് ഇത്രയും ദൂരം വന്നേലോ, ഒന്ന് ഇരിക്കു പാസേ, വന്ന കാലിൽ നിൽക്കാതെ ഇരിക്ക്. ഉടൻ തന്നെ പോയി ചായ ഇട്ട് കാപ്പിയിട്ട് ഒക്കെ കൊണ്ട് തന്ന്. അന്ന് ബാങ്കിലൊന്നും അവർ പോകാറില്ല ചിലപ്പോൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ആമേൻ. അങ്ങനെ ഉള്ളവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലാതെ ആമേൻ ചിലപ്പോൾ നിൽക്കി നമ്മളെ കണ്ട ഉടനെ തന്നെ അയ്യോ ഒരു അത്യാവശ്യമായിരുന്നു, പ്രൈസ് ദി ലോർഡ്, 12:30 ആകുമ്പം ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ തന്നെ ഇറങ്ങി പോകേണ്ടി വരും. നിങ്ങളുടെ ആരെയും കാര്യമല്ല. ഇങ്ങനെയുള്ള അനുഭവമുണ്ട്. ഇവിടെ ഇതാ മാർത്തയുടെ വീട്ടിൽ, മറിയയുടെ വീട്ടിൽ യേശു കർത്താവ് വന്നപ്പോൾ ഒത്തിരി ജോലികളും കാര്യങ്ങളും എല്ലാം മറിയയുടെ മുമ്പിലുണ്ട്. അതെല്ലാം മാറ്റി വച്ചിട്ട് മറിയ യേശുവിൻ്റെ കാൽക്കലിരുന്ന്, അല്ലേ, 39 വാക്യം ഒന്ന് വായിച്ചേ. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു അടുത്ത്. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം എന്തു കേട്ടോണ്ടിരുന്ന്? കർത്താവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നിർമ്മലമായ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. കള്ളത്തരമില്ലാത്ത വചനമാണ് ദൈവത്തിൻ്റെ വചനം, നിർമ്മലമായ വചനം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് യഹോവയുടെ വചനം. 12:6 ഒന്ന് വായിച്ചേ, 12:6 ഒന്ന് വായിച്ചേ. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധീകരിച്ച വചനമാണ് യഹോവയുടെ വചനം. പ്രൈസ് ദി ലോർഡ്. നിർമ്മലമായ വചനമാണ്. 2:18-ാം അധ്യായം 30-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നത് ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ശുദ്ധീകരിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ശുദ്ധീകരിക്കപ്പെട്ടത്. ആ വചനം കേൾക്കും തോറും നമ്മൾ ശുദ്ധരായി തീർന്നുകൊണ്ടിരിക്കും. നമ്മുടെ പാപക്കറകൾ വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കും, നമ്മുടെ കുറവുകൾ വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കും. ഒരു വ്യക്തി എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ വെളിപ്പെടില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നാൽ, ദൈവത്തിൻ്റെ വചനം നമ്മൾ നിരന്തരമായി വായിച്ചു കൊണ്ടിരുന്നാൽ, ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നെന്ന് പറയുന്നത് സ്തോത്രം, ശുദ്ധീകരണം സംഭവിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഭാരത്തോടെ കേൾക്കുന്നവരുണ്ട്, ദൈവത്തിൻ്റെ വചനം സന്തോഷത്തോടെ കേൾക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്തോറും നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണമാണ്. 33-ന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് യഹോവയുടെ വചനം നേരുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം നേരുള്ളതാണ്. ബാക്കി എല്ലാത്തിനും കപടങ്ങളും കള്ളത്തരങ്ങളും എല്ലാം ഉള്ളപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, വചനം ജഡമായി തീർന്ന വചനം നേരുള്ളതാണ്, അത് സത്യമായതാണ്, അത് സത്യവാനാണ്. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ വചനം നേരുള്ളതാണ്. അതുകൊണ്ട് നേരോടെ നടക്കുന്നവർക്കൊരു നന്മയ്ക്കും മുടക്കമില്ല. നേരുള്ള വചനത്തിൻ്റെ മുൻപാകെ നേരോടെ നടന്നാൽ ഹല്ലേലൂയ, നന്മയും കരുണയും നിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കോ. നിനക്ക് ആവശ്യമുള്ളത് നിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കോ. നിൻ്റെ തലമുറയ്ക്ക് ആവശ്യമുള്ളത് നിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കോ. നിൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളത് നിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കോ. യഹോവയുടെ വചനം നേരുള്ളത്. ഇന്ന് പകലിനെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. 147 സങ്കീർത്തനം 15 വാക്യം വായിക്കുമ്പോൾ ആ വചനം ഒരിടത്ത് പതുങ്ങിക്കിടക്കില്ല. ആ ശുദ്ധീകരിക്കുന്ന വചനം, ആ നേരുള്ള വചനം, അത് അതിവേഗം ഓടിക്കൊണ്ടേയിരിക്കും. ഇന്നു പകൽ ഹല്ലേലൂയ, ഹൈ സ്പീഡിൽ ഓടുന്ന, ഹൈ സ്പീഡിൽ സഞ്ചരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ പിള്ളേർ പറയും അത് വെളിച്ചമാണ്. സ്തോത്ര. എന്നാൽ ഞാൻ പറയാം, വെളിച്ചത്തെക്കാൾ ഹൈ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്നു പകൽ അതുകൊണ്ട് സങ്കീർത്തനം 107:10 പറയുന്നത്, 107:20 പറയുന്നത്, അവൻ തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കുന്നു. അവൻ തൻ്റെ വചനമയച്ച് അതിവേഗം ഓടുന്ന തൻ്റെ വചനം. ഇന്ന് പകൽ ഹൈ സ്പീഡിൽ ഓടുന്ന ഒന്നുണ്ടെങ്കിൽ ഇവിടത്തെ മറ്റൊരു ക്രമീകരണങ്ങളോ സജ്ജീകരണങ്ങളോ അല്ല, അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ കഴിയും. ഇന്ന് പകൽ നിന്റെ തലമുറ ലോകത്തിൻ്റെ അങ്ങേ അറ്റം നിന്നാലും, നിന്റെ തലമുറ ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നാലും, നിന്റെ പ്രിയപ്പെട്ടവൻ മറ്റേതെങ്കിലും രാജ്യത്തിലാണെങ്കിലും, നീ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ രോഗിയായി കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവൻ, അവിടെ ഭാരത്തിലായിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവൾ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. കാരണം അതിവേഗം ഓടുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനമെന്ന് വ്യക്തമായിട്ട് നമ്മൾക്ക് പഠിക്കുവാൻ വേണ്ടി കഴിയും. ഹല്ലേലൂയ. ഈ വചനം അല്പകാലത്തേക്കുള്ളതല്ല, എന്നേക്കും നിലനിൽക്കുന്നതെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:8 നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അവിടെ എടുത്തെങ്കിലും ഒന്ന് വായിച്ചേ. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ, ഇവിടെ കാണുന്ന ഒരു അധികാരങ്ങളും നിലനിൽക്കത്തില്ല. ഇവിടെ കാണുന്ന ഒരു മതസ്ഥാപനങ്ങളും നിലനിൽക്കത്തില്ല. ഈ കാണുന്നതെല്ലാം ഒരു ദിവസം ഇടിഞ്ഞു തകർന്ന് തരിപ്പണമായി പോകും. ഇവിടെ കാണുന്ന ബന്ധങ്ങൾ, ഇവിടെ കാണുന്ന അധികാരങ്ങൾ, ഇവിടെ കാണുന്ന സ്ഥാനമാനങ്ങൾ, ഇവിടെ കാണുന്ന സകലതും ഒരു ദിവസം നിന്നെയും കൊണ്ടുപോകും. എന്നാൽ നിലനിൽക്കുന്ന ഒന്നുണ്ട്, ആർക്കും ബന്ധിക്കാൻ കഴിയാത്ത, ആർക്കും തകർക്കാൻ കഴിയാത്ത നിലനിൽക്കുന്ന ഒന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തോട് മറുതലിക്കരുത്. 107 സങ്കീർത്തനം 10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയോട് നിരസിക്കുകയും ചെയ്തിട്ട്, ഇന്ന് പകൽ വചനത്തോട് മത്സരിച്ചാൽ, ദൈവത്തിൻ്റെ ആലോചനയോട് മത്സരിച്ചാൽ, ഒന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇരുളിലാകും നമ്മുടെ ജീവിതം, ഇരുണ്ടുപോകും. എത്ര നല്ല ശക്തമായി പ്രാർത്ഥിച്ചും ആരാധിച്ചു അന്യഭാഷ പറഞ്ഞു ആത്മാവിൽ നിറഞ്ഞു നിന്ന എത്രയെത്ര കുടുംബങ്ങൾ ഇന്ന് ഇരുട്ടറയിൽ പോയി, എത്രയെത്ര കുടുംബങ്ങൾ ഇന്ന് അന്ധകാരത്തിൽ പോയി, എത്രയെത്ര വ്യക്തികൾ ഇന്ന് പിന്മാറ്റത്തിൽ പോയി, എത്രയെത്ര കുടുംബങ്ങൾ ഇന്ന് പൈശാചികന്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടപ്പോ, ഇന്ന് പകൽ വചനത്തിന്റെ മുമ്പിൽ മറുതലിക്കാതെ, വചനത്തിന്റെ മുമ്പിൽ പ്രതികരിച്ചാതെ, വചനത്തിന്റെ മുമ്പിൽ താണുകൊടുത്ത്, വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുത്ത എത്രയോ പേർ ഇന്ന് പകൽക്കാലം കർത്താവിൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു. ഇന്ന് പകൽക്കാലം പിശാചിനോട് എതിർത്തുന്നില്ല കേട്ടോ. വചനത്തോടല്ല, ദൈവത്തോടല്ല, ദൈവമക്കളോടല്ല, ദൈവസഭയോടല്ല. ഇന്ന് പകൽ എതിർത്ത് നിൽക്കേണ്ടത് പിശാചിനോടാ. ഈ പകൽക്കാലം വചനത്തിന്റെ മുൻപിൽ കീഴ്പ്പെട്, ദൈവത്തിന്റെ മുൻപിൽ കീഴടങ്ങ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, അത് നിന്റെ ജീവിതത്തിന് അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ദൈവത്തെ കണ്ടെത്തിയ നീ ഒരിക്കലും ദൈവത്തിനെതിരായി, ദൈവത്തെ കണ്ടെത്തിയ നീ ഒരിക്കലും ദൈവവചനത്തിനെതിരായി
മാറരുത്. പ്രാകൃത ആത്മാവാണ് വചനം തിരസ്കരിക്കുന്നത്. പ്രാകൃത മനുഷ്യനാണ് ദൈവവചനത്തോട് എതിർത്ത് നിൽക്കുന്നത്. എന്നാൽ ആത്മീകൻ സകലത്തെയും ശോധന ചെയ്ത് എടുക്കേണ്ടത് എടുക്കോ, കളയേണ്ടത് കളയോ. ഇന്ന് പകൽ പാമ്പിന്റെ രൂപത്തിൽ ഏദെൻ തോട്ടത്തിൽ ഹവ്വയെയും ആദാമിനെയും തകർത്ത് കളയുവാൻ പൈശാചികൻ കയറി കൂടിയതുപോലെ ഒരുപക്ഷെ പാസ്റ്ററുടെ രൂപത്തിലോ കയറി നിന്നെ തകർക്കാം. ഒരുപക്ഷെ വിശ്വാസിയുടെ രൂപത്തിലും കയറി നിന്നെ തകർക്കാം. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലെ നിന്റെ വേണ്ടപ്പെട്ടവരുടെ രൂപത്തിലും കയറി നിന്നെ ആത്മീകത്തിൽ നിന്ന്, നിന്നെ പ്രാർത്ഥനയിൽ നിന്ന്, നിന്നെ ദൈവകൃപയിൽ നിന്ന് തകർക്കാം. ഭേദാഭേദങ്ങളെ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ദൈവസഭയെ പരാജയപ്പെട്ടു പോകും. അവസാനം നിന്നെ ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്തൊരു അനുഭവത്തിൽ പൈശാചികൻ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് വചനത്തിൽ മുറുകെ പിടിക്കുക. ഇരുട്ടിലും അടുത്ത് ഇരുന്നു, ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെ ദൈവം വിളിച്ചത് വെളിച്ചത്തിൽ വസിക്കാനാണ്. കാരണം ദൈവം വെളിച്ചമാണ്. ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നത് നിന്റെ കുടുംബത്തിൻ്റെ ഇരുട്ട് മാറ്റാനാ, നിന്റെ തലമുറയുടെ ഇരുട്ട് മാറ്റാനാ, നിന്റെ സഭയുടെ ഇരുട്ട് മാറ്റാനാ, നിന്റെ കുഞ്ഞിൻ്റെ ഇരുട്ട് മാറ്റാനാ. ഇന്ന് പകൽക്കാലം അറിഞ്ഞോ അറിയാതെയോ ദൈവവചനത്തോട് എതിർക്കരുത്. ഇന്ന് പകൽ വചനത്തെ മുറുകെ പിടിക്കുക. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാ. ഞാൻ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ വചനം എൻ്റെ ഉള്ളിൽ വേണോ? വചനമില്ലയോ പൈശാചികൻ നിന്നെ പിടിക്കോ. വചനമാകുന്ന ദൈവം നിന്നെ എപ്പോഴും മാറോട് അണയ്ക്കും. ഹല്ലേലൂയ. വചനമാകുന്ന ദൈവം നിന്നെ എപ്പോഴും മാറോടണച്ച് നിർത്തും. അമേരിക്കൻ ചിന്തകനും സാഹിത്യകാരനുമായ ഹഡ്സൺ ടൈലർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഒരു സുപ്രസിദ്ധമായ മൊഴി പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടത് കൽക്കരി ഖനിയുടെ ഇടയിൽ വച്ച. അവൻ്റെ അപ്പൻ ഒരു കൽക്കരി ഖനിയുടെ ഉടമസ്ഥനായിരുന്നു. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഹഡ്സൺ ഒരു ദിവസം അപ്പൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: അപ്പാ, എനിക്ക് ഈ കൽക്കരി ഖനിയുടെ ആഴത്തിലേക്കൊന്ന് പോകണം. 12 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകൻ്റെ ആഗ്രഹം ശരിയായ ആഗ്രഹമല്ല എന്ന് മനസ്സിലാക്കി അപ്പൻ പറഞ്ഞു: മകനെ, അങ്ങോട്ട് പോകേണ്ട പ്രായം നിനക്കായിട്ടില്ല, അവിടെ അപകടങ്ങളാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. തൻ്റെ മകൻ അവിടെ പോകണമെന്ന വാശിയിലായി. എൻ്റെ മകൻ്റെ വാശി മാനിച്ച് ആ അപ്പൻ തീരുമാനിച്ച് എന്തായാലും മോനല്ലേ, അവൻ്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് തൻ്റെ മകനെ ആ കൽക്കരി ഖനിയുടെ ആ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചങ്ങനെ ഒരു ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരു ചെറിയ പെട്ടിയിൽ ഈ മകനെയും ഇരുത്തി അപ്പനും ഇരുന്നു കൊണ്ട് ഈ കൽക്കരി ഖനിയുടെ ആഴത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു ദൂരം താഴോട്ട് പോയപ്പോൾ വെളിച്ചം കുറഞ്ഞു വന്നു. കുറച്ചുകൂടെ ആഴത്തിലേക്ക് എത്തിയപ്പോൾ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് പിടയ്ക്കാനും വല്ലാത്ത ബുദ്ധിമുട്ടും പ്രകടിപ്പിച്ചു. നിലവിളിച്ചു. ആ മകനെ അപ്പൻ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട്, ഡോണ്ട് വെറി, ഐ ആം വിത്ത് യു. നീ ഭാരപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നിന്റെ അപ്പനായ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് സ്വന്തം മകനെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുവാനിടയായി. പിന്നത്തേതിൽ താൻ പറഞ്ഞൊരു കാര്യം ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടത് കൽക്കരി ഖനിയുടെ ആഴത്തട്ടിൽ നിന്ന് വച്ച. ആ അപ്പൻ അവിടെ വച്ച് പറഞ്ഞു കൊടുത്തു: മകനെ, ഇതുപോലെ പ്രതിസന്ധികൾ വരും, ഇതുപോലെ പ്രതികൂലങ്ങൾ വരും, ഇതുപോലെ ഇരുട്ടുള്ള അനുഭവങ്ങൾ വരും, ഇതുപോലെ പ്രാണഭയമാകുന്ന അനുഭവങ്ങൾ വരും, ഇതുപോലെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ വരും, ഇതുപോലെ മരണത്തിൻ്റെ താഴ്വരകൾ വരും.
ഇതുപോലെ ഇനി ജീവിതം മുന്നോട്ടൊരടി വയ്ക്കാൻ പറ്റത്തില്ലെന്ന് വെച്ചെന്ന് തോന്നുന്ന അവസ്ഥകൾ വരും. ഇതുപോലെ എതിരുകളും പോരുകളും പ്രതികൂലങ്ങളും വരും. അവിടെയെല്ലാം നിന്റെ കൂടെ സ്വന്തം അപ്പനായ ഞാൻ ഉള്ളതുപോലെ തന്നെ ഒരു നിത്യ പിതാവ് സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇന്ന് നീ എന്നിൽ ആശ്രയിച്ചു, പക്ഷേ നാളെ ഞാൻ നിന്റെ കൂടെ കണ്ടെന്ന് വരത്തില്ല. നാളെ നീ ഒരു പ്രതികൂലത്തിലാകുമ്പോ, നാളെ നീ ഒരു പ്രശ്നത്തിലാകുമ്പോ, നാളെ നീ ഒരു കഷ്ടതയിലാകുമ്പോ നിന്റെ കൂടെ ഞാൻ നിന്നെന്ന് വരത്തില്ല. ഒരു കാര്യം, അവിടെ നിത്യപിതാവായ സ്വർഗത്തിലെ ദൈവം നിന്റെ കൂടെ കാണൂ. അവിടെ ആ സ്വർഗത്തിലെ ദൈവത്തിന് നിന്റേതായ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കണോ? ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നീ എത്തിത്തീരണം. എന്നാലേ നിന്റെ ആത്മീക ജീവിതം ജയകരമായ ജീവിതമായി തീരത്തുള്ളൂ. കേട്ടോ ദൈവ പൈതലേ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ പ്രതികൂലത്തിൻ്റെ മണ്ഡലത്തിലായാലും അവിടെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം ഉണ്ട്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം തീയാണ് കേട്ടോ. തീയോട് ഞാനും നിങ്ങളും കളിക്കരുത്. ആരോട് കളിച്ചാലും തീയോട് കളിക്കരുത്. ദൈവത്തിന്റെ വചനം തീയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ട് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. എത്ര കല്ലായ ഹൃദയങ്ങളെ അടിച്ചു പൊട്ടിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ഹല്ലേലൂയ. എത്ര കല്ലായ ഹൃദയങ്ങളെയും പൊട്ടിച്ച് തരിപ്പണമാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. പോലീസിന് കീഴ്പ്പെടാത്തവര്, പട്ടാളത്തിന് കീഴ്പ്പെടാത്തവര്, നിയമപാലകന്മാർക്ക് കീഴ്പ്പെടാത്തവര്, അധികാരികൾക്ക് കീഴ്പ്പെടാത്തവര്, നരഭോജികളെ പോലെ പച്ച മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുകൊണ്ടിരുന്ന എത്രയോ നരഭോജികളെ നരസ്നേഹികളാക്കി ഈ ദൈവത്തിന്റെ വചനം മാറ്റിയിട്ടുണ്ട്. ഒരല്പം പോലും അലിവ് കാണിക്കാതെ കഠിന ഹൃദയന്മാരെ, എത്രയോ വ്യക്തികളെ ഈ വചനം നിഷ്കളങ്കന്മാരാക്കി മാറ്റിയിട്ടുണ്ട്. നിഷ്ഠൂരന്മാരെ നിഷ്കളങ്കികളാക്കുന്ന, ഉപദ്രവികളെ ഉപകാരികളാക്കുന്ന, കുലപാതകന്മാരെ കുഞ്ഞാടുകളാക്കി മാറ്റുന്ന ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തോട് ഇന്നു രാത്രി നീ മത്സരിക്കരുത്. ദൈവത്തിന്റെ വചനത്തോട് ഇന്നു രാത്രി നീ മറുതലിക്കരുത്. ആ ദൈവത്തിന്റെ വചനം തീയാണ്. പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇന്നു പകൽ ഞാൻ ഈ വചനം എടുത്ത് സംസാരിക്കുമ്പോൾ അത് തീയായിട്ട് പുറപ്പെടും കേട്ടോ. ഒരു പക്ഷേ ജയം പാസ്റ്റർ അല്ലേന്ന് നിങ്ങൾ ചിന്തിക്കും. ഇദ്ദേഹത്തെ നമുക്കറിയാമല്ലോ. നിങ്ങളറിയാതെ ഈ തീ പുറപ്പെടുകയാ. എൻ്റെ വായിൽ നിന്ന് ഞാൻ പറയുന്ന ഓരോ വചനങ്ങൾ അത് വെറും വചനമായിട്ടല്ല, അത് വെറും വചനമായിട്ടല്ല, അത് ദൈവത്തിൻ്റെ വചനം. ഇന്നു പകൽ തീ പോലെ പുറപ്പെടും. അത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞാലും അത് തീയായി പുറപ്പെടും. ഇന്ന് പകൽ ആ തീ പുറപ്പെടുമ്പോ ചുറ്റുമുള്ള വൈരികളെ ആ വചനം ദഹിപ്പിക്കൂ. ഇന്ന് പകൽക്കാലം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വീമ്പിളക്കി വീറും കാണിച്ച് നടക്കുന്ന ദൈവപ്രിയമില്ലാത്ത, ദൈവസ്നേഹികളല്ലാത്ത വ്യക്തികളെ ഇന്ന് പകൽ ഉരുക്കാൻ ഈ വചനത്തിന് കഴിയൂ. കത്തിക്കാൻ ഈ വചനത്തിന് കഴിയൂ. ഇന്ന് പകൽ സ്തോത്രം. ഇന്ന് പകൽ ഈ വചനവും തീയാണ്, പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഇന്ന് പകൽ വചനത്തിന്റെ മുമ്പിൽ വിറയ്ക്കുന്ന ദൈവമക്കൾക്ക്, വചനത്തിന്റെ മുൻപിൽ വിറയ്ക്കുന്ന ദൈവസഭയ്ക്ക് ഈ പകൽ ഞാൻ നന്ദിയോടെ
വചനത്തിന്റെ മുൻപിൽ വിറയ്ക്കുന്ന ദൈവസഭയ്ക്കായി, വചനത്തിന്റെ മുൻപിൽ സമർപ്പിക്കുന്ന ദൈവമക്കൾക്കായി, വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് പകൽക്കാലം ഞാൻ കർത്താവിന് നന്ദി പറയുക. ഇന്ന് പകൽ വചനം തീയായി, വചനം തീയായി ഇന്ന് പകൽ പുറപ്പെടുക. നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി, നിന്റെ സഭയ്ക്കെതിരായി, നിന്റെ ശുശ്രൂഷയ്ക്കെതിരായി വാതികെട്ടി വെല്ലുവിളിച്ച് ഇന്ന് പകൽ പോരാടി നിൽക്കുന്ന ചില മണ്ഡലങ്ങള് ഇന്ന് പകൽക്കാലം ആമേ ഈ ഭൂമിയിലെ തീയല്ല, സ്വർഗത്തിലെ തീ ഉയരത്തിലെ തീ ഇന്ന് പകൽക്കാലം വെളിപ്പെടുക. നീ ഒന്നും ചെയ്യണ്ട, നീ ഒന്നും പറയണ്ട, നീ ഒന്നിനും പോകണ്ട. ഇന്ന് പകൽ തീ പോയി കഴിഞ്ഞു, ഇന്ന് പകൽ തീ പുറപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാവ് 55:11 നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവ് പറയുന്നൊരു കാര്യം വചനത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ പുറപ്പെടുകയോ. ഒരു മനുഷ്യൻ്റെ ആലോചനയല്ല, ഒരു സംഘടനയുടെ ആലോചനയല്ല, ഒരു നേതൃത്വത്തിൻ്റെ വാക്കുകളല്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് പകൽ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. വചനം പറയുന്നു, അത് വെറുതെ എൻ്റെ അടുക്കൽ മടങ്ങി വരത്തില്ല. ഹല്ലേലൂയ. വായിച്ചേ, അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ അടുത്ത് എനിക്കിഷ്ടമുള്ളത്, നമുക്കിഷ്ടമുള്ളത് നിവർത്തിക്കാനല്ല വചന ശുശ്രൂഷ. ഇന്ന് എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള, ഇന്ന് എല്ലാ പാസ്റ്റർമാരും മുമ്പിലിരിക്കുന്നവരെ ഇഷ്ടപ്പെടുത്തിയാണ് പ്രസംഗിക്കുന്നത്, ദൂത് പറയുന്നത്. നിന്റെ ഇഷ്ടത്തിന് ശുശ്രൂഷിക്കാനല്ല, നിന്റെ ഇഷ്ടത്തിന് പ്രസംഗിക്കാനല്ല നിന്റെ കൈ വചനം തന്നത്. ഇന്ന് പകൽക്കാലം ഒരു കുടുംബത്തെ പ്രസാദിപ്പിക്കാനല്ല, ഒരു കുലത്തെ പ്രസാദിപ്പിക്കാനല്ല, ഒരു ഗ്രൂപ്പിനെ പ്രസാദിപ്പിക്കാനല്ല, കൂടെ നിൽക്കുന്നവരെ പ്രസാദിപ്പിക്കാനല്ല. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രസംഗിക്കണോ. ഇന്ന് പകൽ ഒരു ഗ്രൂപ്പിനെ പ്രസാദിപ്പിച്ചാൽ, ഒരു കുടുംബത്തെ പ്രസാദിപ്പിച്ചാൽ അത് നാളുകളിൽ നിനക്ക് കണിയാകൂ, അത് നാളുകളിൽ സഭയ്ക്ക് ദോഷമാകൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം തീയാണ്. ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റുകയാണ്. അത് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അത് വെറുതെ അങ്ങ് മടങ്ങി പോകാത്തതാണ്. അത് താൻ നിവർത്തിച്ച കാര്യം ചെയ്യുന്നതാണ്. ഇന്നു പകൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം വെറുതെ മടങ്ങി പോകത്തില്ല. ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന വചനം വെറുതെ ഇരിക്കത്തില്ല. ഒരു പക്ഷേ നിങ്ങൾ പറയൂ, ഇതിനേക്കാളും നല്ല പ്രസംഗങ്ങളുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പകൽ വചനം പറയുന്നു, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇവിടെ വാരി വിതറുമ്പോൾ അത് ഈ അന്തരീക്ഷത്തിൽ ആമെ മായാതെ മറയാതെ കിടക്കും. അത് കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകത്തില്ല. വർഷം 10 കഴിഞ്ഞാലും അതതിൻ്റെ ശക്തിയോടെ പൊട്ടിക്കിളർക്കും. എത്ര പാരമ്പര്യ ശക്തികൾ, എത്ര പൈശാചിക ശക്തികൾ വചനത്തിൻ്റെ വളർച്ചയെ തടഞ്ഞാലും, വചനത്തിൻ്റെ പ്രവൃത്തിയെ തടഞ്ഞാലും ആ ശക്തികളെ വെട്ടി വീഴ്ത്തിക്കൊണ്ട് ഇന്നു രാത്രി ആ വചനം മുളയ്ക്കും. കട്ടകളുടെ ഇടയിൽ കിടന്ന് അത് കെട്ടുപോകത്തില്ല. ഒരു സുപ്രഭാതത്തിൽ, ഒരു ദിവസമാകുമ്പോൾ ആ വചനം അങ്ങോട്ട് മുളയ്ക്കും. ആ കട്ടകളെ പൊട്ടിച്ചുകൊണ്ട്, ആ കട്ടകളെ തകർത്തുകൊണ്ട് ആ വചനം എഴുന്നേൽക്കും. ആമേൻ പറയാൻ എത്ര പേരുണ്ട്? സാധിക്കാതെ പോകത്തില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം നമ്മൾ കുറേ ആഗ്രഹിച്ചിട്ടും നമ്മൾ കുറേ ചെയ്തിട്ടും ഒക്കെ പലതും സാധിക്കാതെ പോയെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ചിലത് നിവർത്തിക്കാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയാമല്ലോ, ഒരു വിത്ത് വിതച്ചാൽ പിറ്റേന്ന് മുളയ്ക്കത്തില്ല. ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞായിരിക്കും മുളയ്ക്കുന്നത്. മുളയ്ക്കാതിരിക്കത്തില്ല.
വിതച്ചതെല്ലാം മുളയ്ക്കോ. അത് IPC ചെറിയ ഉണ്ണി സഭയിൽ മുളയ്ക്കോ, അത് ഈ പട്ടണത്തിൽ മുളയ്ക്കോ, അത് ഈ ദേശത്ത് മുളയ്ക്കോ. എന്തൊക്കെ എവിടെയൊക്കെ വിതച്ചിട്ടുണ്ടോ അതെല്ലാം മുളയ്ക്കും. എങ്ങനെ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ മുളയ്ക്കുന്നത് അത് നമ്മുടെ കണ്ണാൽ കാണൂ. എത്ര പേർ ചേർന്ന് ആമേൻ പറയോ? നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങൾ വിതച്ച വിത്തൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നതാണെങ്കിൽ അതങ്ങനെ സംഭവിക്കൂ. ഇന്നോ പകൽക്കാലം ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയോ, ദൈവത്തിൻ്റെ വചനം ഇന്നോ പകൽക്കാലം സാധിപ്പിക്കൂ. ചിലതൊക്കെ സാധിപ്പിക്കൂ. എൻ്റെ തലമുറയ്ക്ക് ചിലത് സാധിപ്പിക്കൂ. എൻ്റെ കുടുംബനാഥന് വേണ്ടി ചിലത് സാധിപ്പിക്കൂ. എൻ്റെ കുഞ്ഞിന് വേണ്ടി ചിലത് സാധിപ്പിക്കൂ. എൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലത് സാധിപ്പിക്കൂ. ആമേൻ, ഹല്ലേലൂയ. വചനം പറയുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരൂ. നെഹമ്യാവ് 2:20. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയും. സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയും. ഇന്ന് പകൽക്കാലം ഒരു പണി നമുക്കുണ്ട് കേട്ടോ. ഇവിടെ ഒരു പണിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു പണിയുണ്ട്. ഇവിടെ ഒരു പണിയുണ്ട്. യൗവനക്കാർ പ്രവചിച്ചു തുടങ്ങുക. ആമേ, ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിച്ചു തുടങ്ങുക. ആത്മനിറവ് പ്രാപിക്കാത്തവർ ആത്മനിറവ് പ്രാപിച്ചു തുടങ്ങുക. ഇന്ന് പകൽക്കാലം പേരിന് ക്രിസ്ത്യാനിയായി ആമേ കുത്തിയിരിക്കാനല്ലോ ഇന്ന് പകൽ ദൈവം നിന്നെ വിളിച്ചത്. ചങ്കുപൊട്ടി സഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾ എഴുന്നേക്കട്ടെ. രാത്രികളെ പകലാക്കി ചോര നീരാക്കി ഇന്ന് പകൽക്കാലം കരയുന്ന അമ്മമാരെഴുന്നേക്കട്ടെ. സഭയ്ക്ക് വേണ്ടി കരയാൻ ചില അമ്മമാര്, സഭയ്ക്ക് വേണ്ടി കരയാൻ ചില പിതാക്കന്മാര്, സഭയ്ക്ക് വേണ്ടി കരയാൻ ചില അമ്മമാര് ഇനിയും എഴുന്നേക്കട്ടെ. കുറുക്കന്മാർ, ചെറുകുറുക്കന്മാർ സഭയെ മാന്തുക, സഭയുടെ മൂന്ന് തോണ്ടുക, സഭയെ ചന്നാഭിന്നമാക്കുക. അന്ധകാര ശക്തികൾ കുറുക്കന്മാർ, ചെറുകുറുക്കന്മാർ പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കി ഇന്ന് പകൽ മുന്നേറുമ്പോ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന അമ്മമാര്, പ്രാർത്ഥിക്കുന്ന അപ്പന്മാര്, പ്രാർത്ഥിക്കുന്ന ദൈവമക്കള് സടകുടൻ എഴുന്നേറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്നും വിചാരിച്ചുകൊണ്ട് കാരണേ പതുക്കെ നിന്ന് പ്രസംഗിച്ച് ഇനി ആർക്ക് എന്തിന് നമ്മുടെ ആരോഗ്യം എന്തിന് കളയണേ? നമ്മുടെ ചങ്ക് എന്തിന് പൊട്ടിക്കണേ? നമ്മളെ ചോര എന്തിന്? ഒന്നാമതേ ആരോഗ്യമല്ല എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കയറുന്നേ. ഹല്ലേലൂയ. ഇന്നു പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. കാര്യം സാധിപ്പിക്കും. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിൻ്റെ സഭയാണ്. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോന്ന് ദൈവത്തിൻ്റെ സഭയുടെ അംഗങ്ങളാണ്. ഇന്ന് പകൽ നിൻ്റെ മേൽ ദുഷ്ടൻ നോട്ടമിട്ടിട്ടുണ്ട് നിന്നെ തകർക്കാൻ. പ്രൈസിലോ. പിശാച് പറയും, ഈ വർഷം നീ അവസാനം കാണത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ കാണാത്ത രീതിയിൽ പ്രവർത്തിക്കും. ഈ വർഷം അവസാനം നീ സഭയെ കാണത്തില്ലെന്ന് പിശാച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. പിശാച് പറഞ്ഞിട്ട് മിണ്ടാതെ നമ്മളെപ്പോലെ കുത്തിയിരിക്കത്തില്ല. നീ പള്ളി കാണാത്ത രീതിയിൽ പ്രവർത്തിക്കും. പിടിച്ച് നിൽക്കേണ്ടത്, ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്വം. ഹല്ലേലൂയ. പിശാച് പറഞ്ഞാൽ ചെയ്യുന്നവനാണ്. ആമേൻ, സ്തോത്രം. അവൻ അതിനു വേണ്ടിയുള്ള എല്ലാ ബുദ്ധികളും ഉപയോഗിക്കും. നീ പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ, നീ ദൈവകൃപയിൽ നിന്ന് പുറത്തു പോകാൻ, നീ ആത്മീയത്തിൽ നിന്ന് പുറത്തു പോകാൻ, അതിന് ഇനി വലിയ പുള്ളിയെ വേണമെങ്കിൽ പിശാച് പിടിക്കും കിട്ടിയാൽ. അവൻ നിന്നെ തകർക്കാൻ. ഇന്ന് പകൽ നിന്റെ മേൽ പകർന്ന അഭിഷേകം നീ മറക്കല്ല്. ഇന്ന് പകൽ നിന്നെ വിളിച്ച വിളി നീ മറക്കല്ല്. ഇന്ന് പകൽക്കാലം നിന്നെ ദൈവം കണ്ടത് നീ മറക്കല്ല്. ഇന്ന് പകൽക്കാലം ദുഷ്ടന്റെ ചില ആഗ്രഹങ്ങളെ ഞാൻ ബൈൻഡ് ചെയ്യുകയോ. സ്തോത്രം. വരത്തില്ല. ആമേൻ. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം
അതിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്ന വായിച്ചു വിട്ട്, സമയം വളരെ പരിമിതമായതുകൊണ്ടൊന്ന് വായിച്ചു വിട്ട്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും. ഓ, എത്ര കാര്യമാണ് പറയുന്നത്, ഒന്നുകൂടെ വായിച്ചേ വിട്ടാ. സകല ദുഷ്ടത, 1 സകല ദുഷ്ടത, 2 എല്ലാ ചതിവും, 3 വ്യാജഭാവം, അസൂയ, 5 കാര്യം. ഒരു നിമിഷ കരങ്ങളെ ഉയർത്തി ഇന്നു പകല കർത്താവിനൊരു നന്ദി പറഞ്ഞേ. ഒന്നുകൂടെ ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി താഴത്തെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. അപ്പൊ വചനത്തിന് മായം ഇല്ല. ഇത് പണ്ടത്തെ കാര്യമാണ് പറയണേ. ഇപ്പം വചനത്തിലേ മായം ഉള്ളൂ. പ്രൈസലോ, ഹല്ലേലൂയ, സ്തോത്രം. വചനത്തിൻ്റെ പേരും പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളെന്നറിയാം. യൂട്യൂബ് ഉള്ളത് കൊണ്ടൊക്കെ നമ്മൾ കാണുന്നത്. നിങ്ങളതൊന്നും ആവശ്യമില്ലാത്ത കണ്ട് കൃപയിൽ നിന്ന് പോകല്ലേ ദൈവമക്കളെ. അല്ല, ദൈവവചനം പഠിപ്പിക്കുന്നവരെ വചനങ്ങൾ കേൾക്കണം. പ്രവചന ശുശ്രൂഷ എന്നും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞ് ഓരോ കാലഘട്ടത്തിൽ ഓരോ പിശാചുക്കൾ ഇളവും കൊറോണത്തിനെ കൊണ്ട് നരകത്തിൽ പോകാൻ. ഇന്ന് പകൽക്കാലം ഒരു ശേഷിപ്പ് കാണും. ഹല്ലേലൂയ. അധികാരികൾ കുറേ കൊണ്ടുപോകും, ദുരുപദേശക്കാരന്മാർ കുറേ കൊണ്ടുപോകും, കൾട്ടുകളിലായി കുറേ പേര് കുറേ കൊണ്ടുപോകും, മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് കുറേ കൊണ്ടുപോകും, സകലം കുറേ കൊണ്ടുപോകും. ഒരു ശേഷിപ്പ് കാണും, പ്രാർത്ഥിക്കുന്ന ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ശേഷിപ്പ്. IPC-കാരെല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല, AG-കാരെല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല, ചർച്ചക്കോടുകാരെല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല, ന്യൂ ഇന്ത്യക്കാരെല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല. ഇന്നോ പകൽക്കാലം ഇതിൻ്റെ ഇടയിൽ നിന്നെല്ലാം ഒരു ചെറിയ ശേഷിപ്പ് കാണും. IPC-യിൽ നിന്ന് ഒരു ചെറിയ ശേഷിപ്പ് കാണും, AG-യിൽ നിന്നൊരു ചെറിയ ശേഷിപ്പ് കാണും, ചർച്ചക്കോടിൽ നിന്ന് ഇന്നോ പകൽ എല്ലായിടത്തുനിന്നും ഓരോ ശേഷിപ്പ് കാണും. അവസാനം ഒരു ഗ്രൂപ്പായി ദൈവം വിളിച്ച് ഹല്ലേലൂയ ആമേ കൂട്ടു. അതാണ് ദൈവത്തിന്റെ സഭ. മായമില്ലാത്ത പാല് നമ്മൾ കുടിക്കണം. അതേ പത്രോസിൻ്റെ ലേഖനം തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യവും കൂടെ. 1 പത്രോസ് 1:25 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് മകളിലെ ചേർത്തൊന്ന് വായിച്ചേ. സകല ജഡവും പുല്ലുപോലെ, അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും പുല്ലുവാടി ഉതിർന്നു പോയി. അടുത്ത് കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. എബ്രായ ലേഖകൻ പറയുന്നത് വചനം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള 4:12 ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 4:12 ഒന്ന് വായിച്ചേ. ദൈവത്തിൻ്റെ വചനമോ ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെ വരെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമായ വചനം. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ വചനമാണ് മറിയ കേൾക്കാനിരുന്നത്. ഇന്നു പകൽ ഈ വചനമാണ് മറിയ കേൾക്കാൻ കൊതിച്ചത്. ഇന്നു പകൽ യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം ഒരു സമയം ലാവണ്യ വാക്കുകളായിരിക്കും എന്ന് പറഞ്ഞ് എപ്പോഴും ലാവണ്യം പറഞ്ഞിട്ടില്ല. സർപ്പസന്തതികളെന്ന് യോഹന്നാൻ വിളിച്ചതുപോലെ യേശു കർത്താവ് പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറഞ്ഞേരെ. ആരോട്? രാജാവിൻ്റെ വിരൽ ചൂണ്ടി പറഞ്ഞു. ആമേ സ്തോത്ര. കുറുക്കനോട് പോയി പറഞ്ഞേരെ,
ഇന്നു പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ശിഷ്യന്മാർ ഒരിക്കൽ പറഞ്ഞു, ഇതാർക്കും സഹിക്കാൻ കഴിയത്തില്ല, ഇത് കഠിന വാക്കാണ്. ലാവണ്യ വാക്കെന്ന് പറഞ്ഞ അതേ ശിഷ്യന്മാർ, ലാവണ്യ വാക്കുകളെന്ന് പറഞ്ഞ അതേ ശിഷ്യന്മാർ അല്പം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് കഠിന വാക്കാണ്, ഇത് നമുക്ക് അനുസരിക്കാൻ പറ്റില്ല, ഇത് നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല, ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ലാവണ്യ വാക്കുകളെന്ന് പറഞ്ഞ് ഇവൻ സംസാരിക്കുന്നത് പോലെ ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഇവൻ ഇത്രയും ജ്ഞാനവ് ഒക്കെ എവിടെ നിന്ന് ചോദ്യം പറഞ്ഞ് ഇവൻ ശാസ്ത്രം പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് സ്കൂളിൻ്റെ വരാന്ത കാണാത്തവൻ, പഠിത്തമില്ലാത്തവൻ, തച്ചൻ്റെ മകൻ ഇത്രയും ശാസ്ത്രം എങ്ങനെ പറയുന്നു, ഇത്രയും അറിവ് ഇവൻ എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ അതേ വാക്കുകൾ പറഞ്ഞ അവർ തന്നെ അധിക താമസവിനാ പറഞ്ഞു, ഈ വാക്ക് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, ഈ വാക്ക് ഞങ്ങൾക്ക് വേണ്ട, ഇത് കഠിന വാക്കാണ്, ഇത് കഠിന വാക്കാണ്, ഇത് കഠിന വാക്ക്. യേശു കർത്താവും കട്ടിയുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഗിരിപ്രഭാഷണമാണ് ഇഷ്ടം, അത് കൊള്ളാം, കുഴപ്പമില്ല, ആ പ്രസംഗം കൊള്ളാം. പക്ഷേ കട്ടിയുള്ളതൊക്കെ ചില സമയങ്ങൾ അത് നമ്മൾ കണ്ടിട്ടില്ല. ശിഷ്യന്മാർ പറഞ്ഞു, നിൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, നിന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല. നല്ല പുകഴ്ത്തിയവർ തന്നെ പറഞ്ഞു, പറ്റത്തില്ല, പൊക്കോ. നല്ല പുകഴ്ത്തിയവർ തന്നെ പറഞ്ഞു, നിൻ്റെ പ്രസംഗം കൊള്ളത്തില്ല. നല്ല വാക്കെന്ന് പറഞ്ഞവർ ഇന്ന് ഉയർത്തുന്നവർ നാളെ നിന്നെ താഴ്ത്തും കേട്ടോ. ഇന്ന് നിനക്ക് ഹോശന്ന പാടുന്നവർ, ഇന്ന് നിന്നെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നവർ, ഇന്ന് നിന്നെ വാനോളം കൊണ്ട് നടക്കുന്നവർ നാളെ പറയും കേട്ടോ, പറ്റത്തില്ല, കേൾക്കാൻ പറ്റത്തില്ല, ഇത് കഠിന വാക്കാണ്, ഇത് അംഗീകരിക്കാൻ പറ്റാത്ത പ്രസംഗമാണ്, ഇത് കഠിനമാണ്. ഇന്ന് പകൽക്കാലം കഠിനമെന്ന് പറയുന്ന അവിടെയോ കർത്താവ് പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്കും പോകാം. കർത്താവ് പറഞ്ഞെന്തുവാ? പ്രസംഗത്തിൻ്റെ കട്ടിയൊക്കെ കുറയ്ക്കണം, എല്ലാവരും പൊക്കോണ്ടിരിക്കുകയാണ്, എല്ലാവരും വിട്ടുപോകുകയാണെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത്, വേണമെങ്കിൽ നിങ്ങൾക്കും പോവാം, അല്ലെങ്കിൽ ഇതും കേട്ടോണ്ട് സ്വർഗത്തിൽ പോകാം. സ്വർഗത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെടൂ. ഹല്ലേലൂയ. ഒരു കുടുംബത്തെ പ്രസാദിപ്പിച്ച് ഞാൻ പ്രസംഗിച്ചാൽ നാളെ ദൈവത്തിന് കണക്ക് കൊടുക്കണോ? ഇന്നു പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ പ്രസാദിപ്പിച്ച് പ്രസംഗിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് എന്നും നിലനിൽക്കാൻ കഴിയുമോ? ഇന്നു പകൽ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ത്തലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള പ്രാണനെയും ആത്മാവിനെയും സന്ധി പഞ്ചകളവരെയും തുളച്ചു ചെല്ലുന്ന ആ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ മാറിയ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരുന്നപ്പോ ഇന്നു പകൽക്കാലം മാർത്ത വന്നു പറയുന്നു, അവള് എന്നെ വിട്ടിട്ടതാ വന്നിരിക്കുന്നു. മാർത്ത വന്ന് കർത്താവിനോട് പരാതി പറയാ, കർത്താവിനോട് വന്ന് പരാതിപ്പെടുക, അവളെ ഒന്ന് പറഞ്ഞയക്കണം. മാർത്തയോടും കർത്താവ് പറഞ്ഞ എന്തെന്നറിയാം? കർത്താവ് മാർത്തയോട്, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുന്നു. പലത് മാർത്ത ഇങ്ങനെ, ചിക്കൻ ബിരിയാണി കൊടുക്കണോ, പഴംപൊരിയും ചായയും കൊടുക്കണോ, പൊറോട്ടയും ബീഫും കൊടുക്കണോ? കർത്താവ് കുറേ ദിവസമായിട്ട് വന്നതാണ്, ആമേൻ, സ്തോത്രം. ഇനി നാരങ്ങ വെള്ളം കൊടുക്കണോ? പലതിനെ ചൊല്ലി. ഒരു IPS-കാരൻ്റെ മുമ്പിലോ IAS-കാരൻ്റെ മുമ്പിലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലോ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ വീട്ടിലെ വേഷമായിട്ട് പോയല്ല, നമ്മൾ നന്നായിട്ട് പോകും. അപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നീ എങ്ങനെ ഇരിക്കണം? ഇന്ന് പകൽ നിൻ്റെ വീട്ടിലൊരു ആരാധനയിൽ സർവശക്തൻ ഇറങ്ങുമ്പോൾ നീ കൂറ തുണിയും എടുത്തുകൊണ്ടിരുന്ന, നീ അടുക്കളയിൽ കിടന്ന, നീ ആർക്കും വേണ്ടാതിരുന്ന ആ പ്രാർത്ഥന നിനക്ക് ഗുണമാകത്തില്ല. ഇനി അങ്ങനെ സംഭവിക്കല്ലേ. ഇന്ന് പകൽ നല്ല ഡ്രസ്സുകൾ ദൈവം തന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഒരു ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. എന്നും രാവിലെ താൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുറിയിൽ കയറുമ്പോൾ നല്ല കോട്ടും സൂട്ടും ഇട്ടുകൊണ്ടാണ് പുള്ളി ആ പ്രാർത്ഥനയ്ക്ക് കയറുന്നത്. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി വന്നിട്ട് പുള്ളി പറയും, ഞാൻ സർവശക്തനായ ദൈവത്തോട് സംസാരിക്കാൻ പോയതാണ്. പ്രൈസ്തലോ, വീട്ടിലിട്ട വേഷവുമായിട്ടല്ല. എന്നും രാവിലെ കോട്ടും സൂട്ടും ഇട്ടുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ
ആമേ സ്തോത്ര കാണിക്കാരോട് പറഞ്ഞതാ, ഞാൻ സർവശക്തനായ ദൈവത്തോട് സംസാരിക്കാൻ പോയിരുന്നതാ. ഇന്ന് പകൽക്കാലം ആമേ പലതിനെ ചൊല്ലി ആമേ മാർത്ത കുഴങ്ങിക്കിടന്നപ്പോൾ മറിയ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു. ഇന്ന് പകലാ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധി. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കൽ. അതുപോലെ മാർത്ത ഇരുന്നതുപോലെ ആ വചനം കേൾക്കാൻ